ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക്, നബിയേ അസബതു ഹദ്ദൻ യാ നബിയല്ലാഹ് അസബതു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ. വ്യഭിചാരം ചെയ്ത് ഗർഭിണിയായ ഒരു പെണ്ണ്, പൂർണ്ണ ഗർഭിണിയായി ഹബീബിന്റെ മുമ്പിൽ വന്ന ഒരു സംഭവമുണ്ട്. ലമ്മാ ജാഅത്തിൽ മർഅത്തുൽ ഗാമിദിയ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, അവർ ഗർഭിണിയാണ്. ആ ഗർഭം വിവാഹേതര ബന്ധത്തിൽ നിന്നുണ്ടായതാണ്, വ്യഭിചാരത്തിന്റെ ഗർഭമായിരുന്നു. ഫഅഖിംഹു അലയ്യ, നബിയേ അല്ലാഹു എന്താണോ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിധിച്ചത് അത് എന്നിൽ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ സമീപിച്ചു ഒരു പെണ്ണ്. വ്യഭിചാരമോ അതുപോലെ തന്നെ മോഷണമോ പോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കോടതിയിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയിൽ വന്ന് പറയാതെ, ഏറ്റുപറയാതെ, അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങാൻ അവസരമുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തേക്കും. എന്നാൽ സ്വയം വന്ന് സമ്മതിക്കുകയോ സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കോടതിക്കതിന് നിയമം നടപ്പാക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് എറിഞ്ഞു കൊല്ലപ്പെടുന്നത്. ആ നിയമം എന്നിൽ നടപ്പാക്കണം നബിയെ എന്ന് പലവരും തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്പർശനമാവാം, ചുംബനമാവാം, നിങ്ങൾ വ്യഭിചരിച്ചതാവില്ല. ആണ് നബിയെ. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയിൽ നിന്ന് നിക്കാഹിലൂടെ ഹലാലാകുന്നതെന്തോ അത് ഹറാമിൽ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തങ്ങളോട് ഏറ്റുപറഞ്ഞപ്പോഴാണ് മാഇസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊല്ലപ്പെടുന്നത്, ശരീഅത്തിന്റെ നിയമം നടപ്പാക്കപ്പെടുന്നത്. ഈ പെണ്ണിങ്ങനെ വന്ന് സമ്മതിച്ചു ഹബീബിനോട്. ആരും തെളിവ് കൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഒന്നുപോലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഒരു വ്യഭിചാരം 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മുഴുവൻ സ്വയം വന്ന് സമ്മതിച്ചതാ. ഈ സ്വയം വന്ന് സമ്മതിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അയാൾക്ക് വേണമെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടൂലല്ലോ ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഞാൻ ഇവിടെ ശിക്ഷ വരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അള്ളാഹുനിക്ക് പുറത്തു തരാമല്ലോ. 100 ആളുകളെ കൊന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അള്ളാഹുനിക്ക് പുറത്തു തന്നേക്കാം, റബ്ബ് പുറത്തു തരും. അങ്ങനെ നിങ്ങളും അള്ളാഹു തമ്മിൽ പൊരുത്തപ്പെടിക്കാം. പക്ഷേ ഒരാൾക്ക് തോന്നുന്നു ഇത് കോടതിക്ക് മുമ്പിൽ വന്ന് പറയണം, സമ്മതിക്കണം, കൺഫെഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ അത് സമ്മതിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷ നടപ്പാക്കും. പുണ്യനിബിതങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ്. പുണ്യനിബിതങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണ്? വാപ്പയെ വിളിച്ചു. അഹ്സിൻ ഇലൈഹാ, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഈ മോളോട്, ഈ കുഞ്ഞിന്റെ ഉമ്മയായ ഇവളോട് നല്ല നിലക്ക് പെരുമാറണം. അവർ പ്രസവിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരിക. പ്രസവിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഫീ ഖിർഖത്തിൻ, ഒരു തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്നു. ഖാലത്ത്, ആ പെണ്ണെപ്പോഴും പറഞ്ഞു, ഹാ ഖദ് വലത്തുഹു, നബിയേ ഞാൻ ജന്മം നൽകിയിരിക്കുന്നു, പ്രസവിച്ചിരിക്കുന്നു നബിയേ. ഹബീബ നബി തങ്ങൾ അപ്പോഴും ആ പിഞ്ചു പൈതലിന്റെ ജീവിതമാണ് ശ്രദ്ധിച്ചത്. ആ പെണ്ണ് സ്വന്തം ജീവൻ റജ്മിലൂടെ ശിക്ഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ഹബീബ് പറഞ്ഞു, ഇത് ഹബീ ഫഅർദിഈഹി ഹത്താ തുഫ്തിമീ, പെണ്ണെ നിങ്ങൾ പോകണം സഹോദരി, ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം. 2 വർഷത്തോളം പാല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനിടയിൽ മാതാവും പിതാവും ഒരുമിച്ച് കുഞ്ഞിന്റെ ശാരീരിക ആരോഗ്യം നോക്കിയിട്ട് നിർത്തണമെന്ന് 2 പേരും തീരുമാനിക്കുമ്പോഴേ മുലയൂട്ടൽ നിർത്താൻ പാടുള്ളെന്നാണ്. 2 വർഷം അതിന്റെ സമയം ശറഅ അനുവദിച്ച സമയമാണ്, വേണമെന്ന് പറഞ്ഞ സമയമാണ്. ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കണം. ആ കുഞ്ഞ് പാലല്ലാത്ത മറ്റു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ ഇവിടെ വരണം എന്ന് തങ്ങൾ പറഞ്ഞു. ഫലമ്മാ ഫതമതുഹു, ആ കുഞ്ഞിന്റെ മുലപ്പാല് കൂടി നിർത്തിയതിനു ശേഷം അതതുഹു ബിസ്സുബി ഫീ യദിഹി കിസ്റതു ഖുബ്സിൻ,
ആ കുഞ്ഞുമായി വന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ടായിരുന്നു. എന്റെ കുഞ്ഞ് റൊട്ടി തിന്നാറായി എന്ന് നബി തങ്ങളെ ബോധിപ്പിക്കാൻ. അന്നേരമാണ് ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. അതുവരെ ഹബീബായ നബി തങ്ങൾ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ, ആ കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹദ് വളരെ വിഷമത്തോടെ ഹബീബായ നബി തങ്ങൾ കരയുമായിരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുമ്പോ അവിടുന്ന് കരയുമായിരുന്നു. കാരണം അത് കാണുകയോ അതിന് സാക്ഷിയാവുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ, അങ്ങേക്ക് ഇത്രമേൽ വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ശിക്ഷ നടപ്പാക്കുന്നത്? പുണ്യനബി പറയും, ഇതല്ലാഹുവിന്റെ ശരീഅത്താണ്, എന്റെ നിയമമല്ല. ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എന്റെ ചെവിയിൽ വന്ന് പറയുന്നത്? ഞാൻ അല്ലാഹുവിന്റെ ദീനിൽ ഖാദിയാണ്. ഖാദിയായ എന്റെ മുമ്പിലേക്ക് വിഷയമെത്താതെ നിങ്ങൾക്കിത് പരിഹരിച്ചുകൂടായിരുന്നോ? നിങ്ങളും അല്ലാഹും തമ്മിൽ തൗബ ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിഷയം നിങ്ങൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിന്റെ നിയമം നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കുന്നത് വേദനയോടെയാണെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം വലാ തഅഖുദുകും റഅഫത്തുൻ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലാഘവവും നിങ്ങൾക്ക് തോന്നരുത് എന്ന് ഖുർആനല്ലേ പറയുന്നത്. അതുകൊണ്ട് സ്വഹാബികളെ, എന്റെ ചെവിയിലേക്ക് എത്താതെ എന്നോടിതൊന്നും വന്ന് ഏറ്റുപറയാതെ നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിൽ ഈ വിഷയം പരിഹരിക്കാവുന്നതല്ലയോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല? തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه